ഹായ് ഗായ്സ്, എന്തുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വിൻ്ററുമായിട്ടുള്ള മൽപ്പിടുത്തം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നും ഇപ്പോൾ നല്ല സ്നോ ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട്, അപ്പം ഇന്ന് ഞാൻ മേത്തി പറാത്താസ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ക്യാൻഡിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ്, പല സ്ഥലത്തുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. കാരണം എന്താണെന്ന് അറിയാമോ, പലരും എന്താ പറയുക, ഗുജറാത്തീസ് ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചാബീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് ഉണ്ട്, ചെന്നൈയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡ് കൾച്ചറായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവും കേട്ടോ. അപ്പോൾ പല ഫുഡും ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് പറയുക, പല നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്താ പറയുക, ഫുഡ് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താ സംഭവം എന്ന് പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും ഈ അൽഫാം ഷവർമയിലൊക്കെ സ്റ്റക്കാണ്. പക്ഷെ അതിന് പകരം ഇന്ത്യയുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഓരോ സംസ്ഥാനത്തും എന്താ പറയുക, ഓരോ ടൈപ്പ് ഫുഡാണ്. ഇപ്പോൾ നമ്മൾ കാനഡ എടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് കാനഡ അല്ലെങ്കിൽ അക്രോസ് കാനഡ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് കൾച്ചറാണ്. അവർ ഭയങ്കര ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ നാട്ടിൽ കഴിക്കുന്ന പോലത്തെ ഫുഡല്ല ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലുള്ള ആൾക്കാർ കഴിക്കുന്നു, അവിടെയും വ്യത്യാസമുണ്ട്. അതുപോലെ അല്ല എന്താ പറയുക പഞ്ചാബിലുള്ള. അപ്പോൾ ഓരോ സ്ഥലത്തെയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡുണ്ട്. പലപ്പോഴും നമ്മളത് എക്സ്പ്ലോർ ചെയ്യാറുമില്ല. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ടൈപ്പ് ഹെൽത്തി ഫുഡ്സ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മളത് പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.